ശബരിമല ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു പത്തനംതിട്ടയിൽ എത്തിയിട്ടുണ്ട്. റോഡ് മാർഗം പമ്പയിലേക്ക് തിരിച്ചു. ഗണപതി ക്ഷേത്രത്തിൽ നിന്നാണ് കെട്ട് നിറയ്ക്കുക. അവിടെ നിന്ന് ഗൂർഖ വാഹനത്തിൽ സന്നിധാനത്തേക്ക് പുറപ്പെടും. 12 മണിയോടുകൂടിയാണ് രാഷ്ട്രപതിയുടെ ശബരിമല ദർശനം നടക്കുക. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ നേരത്തെ കണ്ടിരുന്നത്. എന്തായാലും അരുൺ കൊടുങ്ങൂരും ഗോകുലുമുണ്ട്. അരുൺ, ഇന്ന് ഉണ്ടായ വലിയൊരു സുരക്ഷാ വീഴ്ച എന്ന് തന്നെ നമുക്ക് പറയാം. പത്തനംതിട്ടയിൽ രാഷ്ട്രപതി ഇറങ്ങിയ ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നുപോയി. പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഈ ഹെലികോപ്റ്ററിന്റെ ടയറുകൾ ഒടുവിൽ തള്ളി നീക്കേണ്ടി വന്ന സാഹചര്യമാണ്. നിലയ്ക്കലിൽ ലാൻഡിംഗ് മാറ്റിയതോടുകൂടി രാവിലെ പ്രമാടത്ത് കോൺക്രീറ്റ് ഇട്ടു. ഇത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ ഉദ്യോഗസ്ഥർ ചേർന്ന് ഹെലികോപ്റ്ററിന്റെ ടയറുകൾ തള്ളി നീക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ജനം ടിവിയിലൂടെ കാണുന്നത്. അരുൺ, നമ്മൾ പുറത്തുവിടുന്ന ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. വളരെ ഗുരുതരമായ ഒരു സംഭവമാണ്. രാഷ്ട്രപതിയുടെ ദർശന സമയമാണ്, കേരളത്തിലേക്കുള്ള സന്ദർശന സമയമാണ്. ഇതിനിടയിലാണ് ഇത്രയും വലിയ ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. അരുൺ, എന്താണ് സംഭവം? രാഖി, അതായത് നിലയ്ക്കലായിരുന്നു നേരത്തെ ഹെലികോപ്റ്റർ ഇറങ്ങാൻ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ കാലാവസ്ഥ പ്രതികൂല സാഹചര്യം ഉണ്ടായതുകൊണ്ട് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു പത്തനംതിട്ട പ്രമാടത്തേക്ക് ഈ ഹെലികോപ്റ്റർ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ക്രമീകരിക്കുക എന്നുള്ളത്. ജില്ലാ ഭരണകൂടമാണ് ഈ ഹെലിപ്പാഡ് സജ്ജമാക്കാനുള്ള ഉത്തരവാദിത്തം അവർക്കായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി മാത്രമാണ് ഇതിനുള്ള നടപടികൾ ഇവിടെ ആരംഭിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതായത് ഇന്നലെ രാത്രി കനത്ത മഴയുടെ സാഹചര്യം ഉണ്ടായപ്പോൾ പെട്ടെന്നെടുത്ത തീരുമാനമാണ് ഇങ്ങോട്ടേക്ക് മാറ്റുക എന്നുള്ളത്. അതായത് പെട്ടെന്ന് ഒരു ഈ പറഞ്ഞ പോലെ കാലാവസ്ഥ പ്രതികൂലമായപ്പോൾ എടുക്കേണ്ടി വന്ന ഒരു തീരുമാനമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും അത് തന്നെ. എന്തായാലും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഒരു വീഴ്ച തന്നെയാണ്. കാരണം ഒരു അടുത്തൊരു പ്ലാനിങ് ഇല്ലാതെയാണ്, അല്ലെങ്കിൽ നിലയ്ക്കൽ തന്നെ ഉറപ്പിച്ചിരുന്നു, അതല്ലെങ്കിൽ മറ്റൊരു പ്ലാനിങ് ഇല്ലാതെയായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഈ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയത്. പെട്ടെന്ന് എന്തായാലും അങ്ങനെ ഒരു പ്ലാൻ ബി പെട്ടെന്ന് രൂപപ്പെടുത്തേണ്ടി വന്നതുകൊണ്ടാണ് ഈ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. കാരണം ആ ഹെലികോപ്റ്റർ ഇറങ്ങിയ ഉടൻ തന്നെ അതിന്റെ ടയർ കോൺക്രീറ്റിൽ താഴ്ന്നു പോവുകയായിരുന്നു. അതായത് കോൺക്രീറ്റ് തറകൾ ഉറച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ടയർ താഴ്ന്ന് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും മറ്റ് അപകടങ്ങളോ ഒന്നും ഉണ്ടാകാതിരുന്നത് വലിയ ഭാഗ്യമെന്ന് കരുതണം. അതിനുശേഷം രാഷ്ട്രപതി ഈ ഹെലികോപ്റ്ററിനുള്ളിൽ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായത്. അതിനുശേഷം രാഷ്ട്രപതി പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് തള്ളി അത് ആ കുഴിയിൽ നിന്നും കയറ്റേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതൊരു വീഴ്ച തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ തന്നെ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഉറപ്പാക്കേണ്ടത് ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഇവിടുത്തെ പോലീസിൻ്റെ അടക്കമുള്ള സുരക്ഷാ സേനയുടെയും ഉത്തരവാദിത്തമായിരുന്നു. പക്ഷേ അതിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട്. ഈ പ്രമാണത്തെ ഈ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നലെ വൈകുന്നേരം വരെ കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൈതാനം മാത്രമായിരുന്നു. പെട്ടെന്നായിരുന്നു ഇന്നലെ ഇങ്ങോട്ടേക്ക് കൂടി ഇറക്കുക, അല്ലെങ്കിൽ ഒരു ഹെലിപ്പാഡ് തയ്യാറാക്കണമെന്നുള്ളൊരു തീരുമാനമുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിട്ടോടുകൂടി മാത്രമാണ് ഈ ഹെലിപ്പാഡ് തറകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. 3 തറകളാണ് സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവ ഇത്തരത്തിൽ കൃത്യമായിട്ട് ഉറച്ചിരുന്നില്ല. പ്രത്യേകിച്ച് മഴ കൂടി ഉണ്ടായിരുന്നു. രാത്രി മൊത്തം നല്ല മഴ കൂടി പെയ്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടൊക്കെ തന്നെ ആവാം ഈ കോൺക്രീറ്റ് തറകൾ ഉറക്കാഞ്ഞത്. ദിവസങ്ങൾക്ക് മുന്നേ തന്നെ പൂർത്തിയാക്കേണ്ട ക്രമീകരണങ്ങളായിരുന്നു. പക്ഷേ അതിൽ വലിയ വീഴ്ച. ദ്രൗപദി മുർമു പത്തനംതിട്ടയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് രാഷ്ട്രപതി രാജ്ഭവനിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് പുറപ്പെട്ടത്. ഇന്ന് ശബരിമല ദർശനമാണ്. ഉച്ചയ്ക്ക് 12:20 ദർശനമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റോഡ് മാർഗം പമ്പയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഗണപതി ക്ഷേത്രത്തിൽ വെച്ചാണ് കെട്ട് നിറയ്ക്കുക. തുടർന്ന് ഗൂർഖ വാഹനത്തിൽ സന്നിധാനത്തേക്ക് രാഷ്ട്രപതി പോകും. 12 മണിയോടുകൂടി രാഷ്ട്രപതിയുടെ ശബരിമല ദർശനം ഉണ്ടാകും. ഒപ്പം തന്നെ രാഷ്ട്രപതിയുടെ ദർശനത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ഇന്ന് തീർത്ഥാടകർക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് രാഷ്ട്രപതി ഇറങ്ങിയ ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഹെലികോപ്റ്ററിന്റെ ടയറുകൾ തള്ളി നീക്കുകയായിരുന്നു. നിലയ്ക്കലിൽ ലാൻഡിംഗ് പെട്ടെന്ന് മാറ്റിയിരുന്നു. പ്രതികൂല കാലാവസ്ഥയായിരുന്നു കാരണം. തുടർന്ന് ഇന്ന് രാവിലെ പ്രമാടത്ത് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുകയായിരുന്നു. നിലയ്ക്കലിലെ ലാൻഡിംഗ് മാറ്റിയതാണ് പിന്നീട് പ്രമാടത്ത് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ കാരണമായത്. ഈ പ്രമാടത്താണ്
ഇന്ന് രാവിലെ കോൺക്രീറ്റ് ഇട്ടത്. തുടർന്ന് ഹെലികോപ്റ്ററിന്റെ ടയറുകൾ അവിടെ താഴ്ന്നുപോയി എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. പോലീസും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരെല്ലാവരും ചേർന്ന് അവിടെ നിന്ന് ഈ ടയറുകൾ തള്ളി നീക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. ഗോകുലിലേക്ക് പോവുകയാണ്. ഗോകുൽ, രാഷ്ട്രപതി പമ്പയിലേക്ക് തിരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ ഒരു കാര്യപരിപാടികൾ? ഒപ്പം തന്നെ കെട്ടുനിറച്ച് 12:20 ദർശനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ഗോകുൽ? രാഷ്ട്രപതി പമ്പയിലെത്തി 8:35 ഈ പ്രമാണത്തിൽ നിന്നും യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു. വാഹനത്തിലാണ് 8:35 ഈ പ്രമാണത്തിൽ നിന്നും യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു. വാഹനത്തിലാണ്, റോഡ് മാർഗമാണ് രാഷ്ട്രപതി പമ്പയിലേക്ക് എത്തിച്ചേരുന്നുണ്ടാവുക. 11 മണിയോടുകൂടി പമ്പയിൽ എത്തിച്ചേരും. അതിനുശേഷം പമ്പയിൽ ത്രിവേണി സംഗമ സ്ഥലത്ത് ജലസേചന വകുപ്പ് പ്രത്യേകമായിട്ടൊരു സ്ഥലം ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ ദേഹശുദ്ധി വരുത്തും, കാലും കൈയും നനച്ച്. അതിനുശേഷം പമ്പ ഗണപതി ക്ഷേത്രത്തിലായിരിക്കും കെട്ടുനിറ ഉണ്ടാവുക. കെട്ടുനിറച്ച് രാഷ്ട്രപതി ഗൂർഖ വാഹനത്തിലേക്ക് പ്രവേശിക്കും. 6 ഗൂർഖ വാഹനങ്ങളാണ് രാഷ്ട്രപതിയുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. ആ ഗൂർഖ വാഹനത്തിലേറി ആ സന്നിധാനത്തേക്ക് എത്തിച്ചേരും. 12 മണിയോടുകൂടി അല്ലെങ്കിൽ അതിന് മുന്നോടിയായി തന്നെ രാഷ്ട്രപതി സന്നിധാനത്ത് എത്തിച്ചേരും. അതിനുശേഷം ഉച്ചപൂജ സമയമായിരിക്കും രാഷ്ട്രപതി സന്നിധാനത്ത് എത്തിച്ചേരുന്ന സമയം. ആ ഉച്ചപൂജയായിരിക്കും അവിടെ നടക്കുന്നുണ്ടാവുക. ഉച്ചപൂജ രാഷ്ട്രപതി കണ്ടു തൊഴുന്നുണ്ടാവും. അതിനുശേഷം സന്നിധാനത്തെ ഗസ്റ്റ് ഹൗസിൽ വിശ്രമമാണ്. 3 മണി വരെ ഭക്ഷണവും വിശ്രമവും അവിടെ ആയിരിക്കും ഉണ്ടാവുക. 3 മണിക്ക് ശേഷം ഗൂർഖ വാഹനത്തിൽ തന്നെ രാഷ്ട്രപതി സന്നിധാനത്ത് നിന്നും പമ്പയിലേക്ക് യാത്ര പുറപ്പെടും. അതിനുശേഷം ഒരുപക്ഷെ നിലയ്ക്കലിൽ നിന്നായിരിക്കാം ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്തേക്ക് പോകുക. ആ കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ബാക്കി കാലാവസ്ഥയൊക്കെ ഇപ്പോൾ അനുകൂലമായ സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഹെലികോപ്റ്ററുകൾ ഒരുപക്ഷെ നിലയ്ക്കലേക്ക് കൊണ്ടുവരുന്നു. നിലയ്ക്കലിൽ നിന്നായിരിക്കും മടക്കയാത്ര ഉണ്ടാവുക. എന്തായാലും ഇങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസത്തെ കാര്യക്രമങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. അത് പ്രകാരം തന്നെ നടക്കും. അതീവ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് സന്നിധാനവും പമ്പയും അതോടൊപ്പം തന്നെ ആ പോകുന്ന പാതയും പരിസര പ്രദേശങ്ങളും ഒക്കെ തന്നെ. ഇന്നലെ രാത്രി മുതൽ തന്നെ ആ ഭാഗത്തു നിന്നുമൊക്കെ അനധികൃതമായിട്ട് നിൽക്കുന്ന ആളുകളെയും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങളെയും ഒക്കെ അവിടെ നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നു പോലീസ്. വാഹനങ്ങൾക്കും ഗതാഗത സംവിധാനങ്ങൾക്കുമൊക്കെ കർശനമായിട്ടുള്ള നിയന്ത്രണവും ഇതിനോടനുബന്ധമായിട്ട് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രാഷ്ട്രപതിയുടെ സന്ദർശനം ചരിത്രപരമായിട്ടുള്ള ഒരു സന്ദർശനം തന്നെയായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ശബരിമലയിലേക്ക് ദർശനത്തിനെത്തുന്ന രാഷ്ട്രപതി അല്ലെങ്കിൽ ഭാരതത്തിന്റെ പ്രഥമ പൗര തന്നെ സന്ദർശനത്തിനെത്തുക എന്ന് പറയുന്നത് അത്രത്തോളം വിശേഷപ്പെട്ട കാര്യം തന്നെയാണ്. അത് മാത്രം സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ തന്നെ രാഷ്ട്രപതിയുടെ സന്ദർശനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഏറെ സവിശേഷത നിറഞ്ഞതാണ്. കാരണം അത്രമാത്രം ചില പ്രശ്നങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് രാഷ്ട്രപതി നേരിട്ട് അയ്യപ്പനെ സന്ദർശിക്കാൻ വേണ്ടി എത്തുന്നത്. അയ്യപ്പന്റെയും അല്ലെങ്കിൽ പൂങ്കാവനത്തിന്റെയും ശബരിമലയുടെയും ഒക്കെ പുണ്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു വികാരത്തെ ഉള്ളിലെത്തിക്കൊണ്ട് തന്നെയാണ് രാഷ്ട്രപതി ശബരിമല ദർശനത്തിനായിട്ട് സന്നിധാനത്തൊക്കെ എത്തുന്നത് എന്നുള്ള ഈ സന്നിധാനത്തെയും ശബരിമലയും ഒക്കെ വില കുറച്ച് കാണുന്ന അല്ലെങ്കിൽ അതിനെ അവമതിപ്പോടുകൂടി കാണുന്ന ഒരു കൂട്ടർ ഈ നാട്ടിൽ നിലനിൽക്കുന്ന വേളയിൽ തന്നെയാണ് അതിന്റെ പവിത്രത, അതിന്റെ ഒരു മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ശബരീശനെ നേരിട്ട് ദർശിക്കുവാനായിട്ട് രാഷ്ട്രപതി ശബരിമലയിലേക്ക് എത്തിച്ചേരുന്നത്. അതും പൂർണ്ണമായിട്ടും ആചാരപരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് വിശ്വാസപൂർവ്വം തന്നെയാണ് രാഷ്ട്രപതി സന്നിധാനത്തേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളത് തന്നെയാണ് ആ ഒരു സന്ദർശനത്തിന്റെ പ്രാധാന്യം, മഹത്വം എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും രാഷ്ട്രപതിയുടെ ആ ഒരു സന്ദർശനത്തെ പൂർണ്ണമായിട്ടും സുരക്ഷാ വലയത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ കർശനമായിട്ടുള്ള പഴുതടച്ച സുരക്ഷാ വലയത്തിൽ തന്നെയാണ് രാഷ്ട്രപതി ശബരിമലയിൽ ദർശനം നടത്താനായിട്ട് എത്തുന്നത്. ദിവസങ്ങൾ നീണ്ട ട്രയൽ പരിശീലനങ്ങൾ ഉണ്ടായിരുന്നു. സുരക്ഷാ പരിശോധനയുടെ ഭാഗമായിട്ട് ഈ ഗൂർഖ വാഹനങ്ങളുടെ യാത്രയടക്കം കൃത്യമായിട്ട് അത് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് പലതവണയായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം ചില അനിശ്ചിതത്വങ്ങൾ കാലാവസ്ഥയുമൊക്കെ ബന്ധപ്പെട്ട് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതെല്ലാം മാറി എന്തായാലും രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് ഇനി നിമിഷങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അരുൺ കൊടുങ്ങൂർ കൂടി ചേരുകയാണ്. എല്ലാ അനിശ്ചിതത്വങ്ങളും നീങ്ങി ഇപ്പോൾ രാഷ്ട്രപതി എന്തായാലും അല്പസമയത്തിനകം തന്നെ ശബരീശ ദർശനത്തിനായിട്ട് തയ്യാറെടുക്കുകയാണ്. തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന്. ഇന്നലെ രാത്രിയോടെയാണ് നമ്മൾ ശബരിമലയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്. എന്തായാലും ആ ഒരു സമയത്ത് വരെ കൃത്യമായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെയായിരുന്നു ശബരിമല സന്നിധാനത്ത് ഒരുക്കിയിരുന്നത്. പല ആവർത്തി കൃത്യമായി തന്നെ ട്രയൽ റൺ നടത്തിക്കൊണ്ട് ഒരു തരത്തിലുള്ള പിഴവുകളും ഉണ്ടാകാതിരിക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെയും സ്വീകരിച്ചിരുന്നു. 6 ഗൂർഖ വാഹനങ്ങളായിരുന്നു ഇവിടെ സജ്ജീകരിച്ചിരുന്നത്. ഈ പല ആവർത്തി ഈ വാഹനങ്ങൾ
ക്രമീകരണങ്ങളൊക്കെ തന്നെ പരിശോധന നടത്തിയതിനു ശേഷമാണ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തി വിട്ടുകൊണ്ടിരുന്നത്. അത് കൃത്യമായി തന്നെ ഒരു തരത്തിലുള്ള പിഴവുകളും ഇല്ലാത്ത ഒരു നടപടിയിലേക്ക് തന്നെ പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു പരിശോധനകളൊക്കെ തന്നെ നടത്തിയിരുന്നു. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ രാഷ്ട്രപതി നിലയ്ക്കലേക്ക് എത്തും. ഇവിടെ നിന്നും അടുത്ത് പോകുക പമ്പയിലേക്കാണ്. നേരത്തെ ഗോകുൽ സൂചിപ്പിച്ച പോലെ തന്നെ പമ്പയിൽ നിന്നും അതോടൊപ്പം പമ്പയിൽ നിന്നും കെട്ടുമുറുക്കിയാണ് ഇരുമുടി കെട്ട് എന്തിക്കൊണ്ടാണ് ഈ രാഷ്ട്രപതി ശബരിമല സന്നിധാനത്തേക്ക് പോകുക. അതിനുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെ പമ്പയിൽ എല്ലാം തന്നെ സജ്ജീകരിച്ചിരുന്നു. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. രാഷ്ട്രപതി ഇന്ന് ശബരിമല ദർശനം നടത്തുന്ന ദിവസമാണ്. ശബരിമല ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് തിരിച്ചത്. റോഡ് മാർഗം പമ്പയിലേക്ക് രാഷ്ട്രപതി തിരിച്ചിട്ടുണ്ട്. ഗണപതി ക്ഷേത്രത്തിലാണ് കെട്ടുനിറ നടക്കുക. തുടർന്ന് ഗൂർഖ വാഹനത്തിൽ സന്നിധാനത്തേക്ക് പുറപ്പെടും. 12 മണിയോടുകൂടിയാണ് രാഷ്ട്രപതിയുടെ ശബരിമല ദർശനം നടക്കുക.